കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചിട്ടുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി 4 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അക്രമത്തിന് ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ തുടർച്ചയായി 11ാം ദിവസവും CBI ചോദ്യം ചെയ്യും. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഇപ്പോൾ പോലീസ് അവിടെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ എന്ത് നടപടിയിലേക്ക് കടക്കുന്നു? ഒപ്പം CBIയുടെ ചോദ്യം ചെയ്യൽ, അവരുടെ അന്വേഷണം അതൊക്കെ പുരോഗമിക്കുന്നത് എങ്ങനെയാണ്? അനുജ, കൊൽക്കത്ത ആർജിക്കോർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ കൊല ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ, പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ അടക്കമുള്ളവ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് കൊൽക്കത്തയിൽ നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് കെട്ടിടമായ നബന്ന വളയാനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ തലസ്ഥാന നഗരത്ത് സ്വീകരിച്ചിട്ടുണ്ട് പോലീസ്. ഈ നബന്നയുടെ കിലോമീറ്ററുകൾക്ക് മുൻപായി തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധ റാലിയെ തടയുന്നതിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇരുമ്പ് കൊണ്ട് പ്രത്യേക ബാരിക്കേഡുകൾ സൃഷ്ടിക്കുകയും കൂടാതെ ജലപീരങ്കി അടക്കമുള്ളവ ഈ നബന്നയ്ക്ക് ചുറ്റുമായി ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 6000-ഓളം പോലീസുകാരെയാണ് ഈ നബന്നയ്ക്ക് സുരക്ഷയൊരുക്കുന്നതിന് വേണ്ടി മാത്രമായി വിന്യസിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത്തരത്തിലുള്ള കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. എന്നാൽ വിദ്യാർത്ഥികളാകട്ടെ പല ഇടങ്ങളിൽ നിന്നും ചെറിയ മാർച്ചുകളായി നബന്നയിലേക്ക് മാർച്ച് ചെയ്ത് നീങ്ങാനുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനിടെയാണ് 4 വിദ്യാർത്ഥികളെ കാണാനില്ല ഇന്ന് രാവിലെ മുതൽ എന്നും അവരെ അനധികൃതമായി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് എന്നുള്ള ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി രംഗത്തെത്തിയത്. 4 പേരെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവർ ഈ മാർച്ചിന്റെ പേരിൽ മാർച്ചിനിടെ അക്രമം നടത്താൻ ഗൂഢാലോചന നടത്തിയിരുന്നുവെന്നും ഈ മാർച്ചിനിടെ തന്നെ കൊലപാതകം അടക്കമുള്ളവ ചെയ്യാനാണ് ഇവർ ഗൂഢാലോചന നടത്തിയിരുന്നത് എന്നും ഇത് കണക്കാക്കിയാണ് ഇവരെ മുൻകൂറായി തന്നെ കസ്റ്റഡിയിലെടുത്തത് എന്നുമാണ് പോലീസ് വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. മാർച്ചിൽ സംഘർഷമുണ്ടാക്കുക, അത് അക്രമാസക്തമായി മാറുക, അതിനിടെ വിദ്യാർത്ഥികൾ അടക്കം കൊല്ലപ്പെട്ടതായി പോലീസിന്റെ തലയിൽ ഇക്കാര്യം കെട്ടിവെക്കാനും ഉദ്ദേശിച്ചുള്ള ഗൂഢാലോചനയാണ് ഇവർ നടത്തിയിരുന്നത് എന്നാണ്. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ അവിടെ പ്രതിഷേധം തുടരുകയാണ്. മാർച്ചിന് മുന്നോടിയായി 4 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒപ്പം സന്ദീപ് ഘോഷിനെ തുടർച്ചയായി 11ാം ദിവസവും CBI ചോദ്യം ചെയ്യുകയാണ്.